മാസാദ്യം അക്കൗണ്ടിൽ ക്യാഷ് വരും, അല്ലെങ്കിൽ കയ്യിൽ പണം കിട്ടും. 10-15 ദിവസം കഴിഞ്ഞാൽ ആ പണം എങ്ങോട്ട് പോയെന്ന് ഒരെത്തു പിടിയും കാണില്ല. ഒരാവശ്യത്തിനായി കയ്യിൽ പണം എടുക്കാൻ നോക്കുമ്പോൾ കയ്യിൽ ഒരെണ്ണ പോലും ഉണ്ടാവില്ല. ഇങ്ങനൊരവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കയ്യിൽ പണം നിൽക്കാനും കൂടുതൽ സമ്പാദിക്കാനുമുള്ള കുറച്ച് ചെറിയ കാര്യങ്ങളെ കുറിച്ചാണ്. ചിലർക്കെങ്കിലും ഇത് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഒന്നാമത്തെ പോയിന്റാണ് ചെലവുകൾ എഴുതി വയ്ക്കുക. ആദ്യം നിങ്ങളുടെ പണം എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കണം. ചെറിയ ചെലവുകൾ പോലും കുറിച്ചു വെക്കണം. ഒരു ദിവസം 50 ആയാലും 100 ആയാലും എന്നിങ്ങനെ പോകുന്ന തുകകൾ മാസാവസാനം വലിയ തുകയായി മാറും. അതുകൊണ്ട് നിങ്ങളാദ്യം നിങ്ങളുടെ ചെലവുകൾ എവിടെയെങ്കിലും കുറിച്ചു വെക്കുക. രണ്ടാമത്തെ പോയിന്റാണ് സേവ് ചെയ്യുക. ശമ്പളം കിട്ടിയ ശേഷം ബാക്കി വരുന്ന പണം സേവ് ചെയ്യുന്നതിന് പകരം ചെലവാക്കാൻ നിൽക്കാതെ പണം കിട്ടുമ്പോൾ തന്നെ ഒരു ഭാഗം മാറ്റിവെക്കുക. ബാക്കി പണം ഉപയോഗിച്ച് മാസം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ പോയിന്റാണ് ആവശ്യം ആഗ്രഹം തിരിച്ചറിയുക. നമുക്ക് വേണ്ടതെല്ലാം ആവശ്യമല്ല. എന്തെങ്കിലും വാങ്ങുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കുക: ഇത് എനിക്ക് ശരിക്കും ആവശ്യമാണോ? ഈ ചോദ്യം തന്നെ അനാവശ്യ ചെലവുകൾ കുറയ്ക്കാൻ സഹായിക്കും. നാലാമത്തെ പോയിന്റാണ് ഒരു വരുമാനത്തിൽ മാത്രം ആശ്രയിക്കാതിരിക്കുക. സാധ്യമെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് ഒരു ചെറിയ അഡീഷണൽ ഇൻകം ഉണ്ടാക്കാൻ ശ്രമിക്കുക. കോണ്ടന്റ് ക്രിയേഷൻ, ഫ്രീലാൻസിങ്, ടീച്ചിങ്, ഡിജിറ്റൽ സ്കിൽസ്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ നിന്ന് പതുക്കെ മറ്റൊരു വരുമാന മാർഗം കൂടി ഉണ്ടാക്കാം. അവസാനത്തേത്, കൂടുതൽ സമ്പാദിക്കുന്നതിനേക്കാൾ സാമ്പത്തിക ശീലം പ്രധാനമാണ്. വരുമാനം കൂടിയാലും ചെലവുകളും അതേ വേഗത്തിൽ കൂടിയാൽ പണം കയ്യിൽ നിൽക്കില്ല. അതുകൊണ്ട് കൂടുതൽ സമ്പാദിക്കാൻ ശ്രമിക്കുന്നതിനൊപ്പം കിട്ടുന്ന പണം ശരിയായി കൈകാര്യം ചെയ്യാനും പഠിക്കണം. പണം കയ്യിൽ നിൽക്കുന്നത് ഭാഗ്യം കൊണ്ടല്ല, ചെറിയ ചെറിയ സാമ്പത്തിക ശീലങ്ങളാണ് അതിന് പിന്നിൽ. ഇന്ന് മുതൽ നിങ്ങളുടെ ചെലവുകൾ ശ്രദ്ധിച്ചു തുടങ്ങും. ചെറിയ മാറ്റങ്ങൾ തന്നെ പിന്നീട് വലിയ വ്യത്യാസമുണ്ടാക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ പറയുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.